ഒബീഡിയൻസിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ജനസമ്മതി അല്ലെങ്കിൽ കൺസെന്റ് എന്നുള്ളത് അതിന്റെ ഒരു ഡിസ്കോഴ്സിനകത്തായാലും പുറത്തായാലും അതിന്റെ ഒരു കണ്ടീഷൻ എന്താന്നുള്ളൊരു സംശയമുണ്ട്. അതുപോലെ അത് അതിനെ രണ്ടിനെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വെർട്ടിക്കലായിട്ടാണോ ഹൊറിസോണ്ടലായിട്ടാണോ നിൽക്കുക എന്നുള്ളൊരു സംശയം. ഓപ്പോസിറ്റ് ആണോ അതോ അത് ഒന്നാണോ എന്നുള്ളൊരു സംശയം. ഈ മറ്റേ കവിതയിൽ പറയുന്ന പോലെ ഉമ്മ വെക്കുന്നതോ കൊടുക്കുന്നതോ അല്ല സംഭവിക്കുന്നതെന്ന് പറയുന്ന പോലെ ഇത് സംഭവിക്കുന്നതാണോ അതോ കൊടുക്കുന്നതാണോ വെക്കുന്നതെന്നുള്ളൊരു സംശയം. ഈ രണ്ടിനകത്തും അതിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് കണ്ടീഷൻ എന്താണെന്നുള്ളൊരു കൺസെന്റ് ഈ ഞാനിപ്പോൾ പറഞ്ഞ അർത്ഥത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആലോചിക്കുന്ന ഒരു വിഷയമാണ്. കൺസെന്റും ഒബീഡിയൻസിനെയും തമ്മിൽ എങ്ങനെയായിരിക്കും നമ്മൾ വേർതിരിക്കുക, സമ്മതി എന്ന് പറയുന്നതും അനുസരണയും തമ്മിൽ എങ്ങനെയായിരിക്കും വേർതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. ഒരു പ്രധാന ഒരു നിരീക്ഷണമാണ് ഒബീഡിയൻസിനേക്കാൾ ചിലപ്പോൾ സമ്മതിയായിരിക്കും സ്റ്റേറ്റിൻ്റെ അതിനെ നിലനിർത്തുന്നത്. അത് പക്ഷെ ഞാൻ എൻ്റെ ഒരു നോട്ടത്തിൽ കൺസെൻറ്റിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ആശയമായിരിക്കും ചിലപ്പോൾ അനുസരണ എന്നുള്ളത്. ഓക്കെ, അതിൽ സമ്മതിയുടെ ഉണ്ട് അല്ല, സമ്മതി ഉണ്ടല്ലോ അതിൽ. പക്ഷേ സമ്മതി എന്ന് നമ്മൾ സാധാരണ പറയുന്നത് ഞാൻ സമ്മതിക്കണം. നേരത്തെ ഞാൻ കയ്യിൻ്റെ ഉദാഹരണം, കൈ അവിടെ തന്നെ കിടന്നോട്ടെ എന്ന ആൾ സമ്മതിക്കുന്നുണ്ടോ? അവിടെ കൈ അവിടുന്ന് പിൻവലിക്കാൻ, അതായത് വിസമ്മതിക്കാൻ തയ്യാറാവുന്നുമില്ല, സമ്മതിയുമില്ല. ഇതാണ് ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അത് സമ്മതിയോ വിസമ്മതിയോ എന്നുള്ള ആ ചോയ്സ് തന്നെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു മൊമെന്റ്. ഇതിനെയാണ് ഞാൻ അനുസരണ എന്ന് വിളിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ വിൽ ടു ഒബേ എന്ന് പറയുന്നത്. ഒബീഡിയൻസ് എന്ന് പറയുന്നത് അതിനേക്കാൾ അതിൻ്റെയും കൂടി പിന്നിലുള്ള, അതിൻ്റെ കൂടെ പശ്ചാത്തലമായി നിൽക്കുന്ന ഒരു ദുരവസ്ഥയായിരിക്കും ചിലപ്പോൾ അനുസരണ എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ആലോചിക്കാവുന്ന വിഷയമാണ്, ഞാനത് അത്ര പറയുന്നത്.